കുളപ്പുള്ളി പട്ടാമ്പി പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാരണാസിയിലെ ചിലയിടങ്ങളിൽ അഴുക്കുചാൽ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് പരാതി. പരുത്തിപ്പറ റോഡ് പ്രവേശന ഭാഗത്തിന് സമീപത്തായി ഡ്രെയിനേജിൽ വെള്ളം കെട്ടിനിൽക്കുകയും ഇതേ തുടർന്ന് തൻ്റെ വീട്ടുവളപ്പിലേക്കും മുറ്റത്തേക്കും ചളിവെള്ളം ഒഴുകി വരുന്നതുമായാണ് കല്ലിടുമ്പിൽ വേണുഗോപാലിൻ്റെ പരാതി. പാത നിർമ്മാണക്കാരെ മുൻപേ പലതവണ വിവരം അറിയിച്ചിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. കുളപ്പുള്ളി പട്ടാമ്പി പാതയിലെ പരുത്തിപ്പറ റോഡ് പ്രവേശന ഭാഗത്തെ സമീപമായാണ് ഡ്രൈനേജ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയും മഴവെള്ളം കൃത്യമായി ഒഴുകിപ്പോകാനാകാതെ തൻ്റെ വീട്ടുവളപ്പിലേക്കും മുറ്റത്തേക്കും ഒഴുകിയെത്തുന്നതിനെതിരെയും പരാതിയുമായി കല്ലിടുമ്പിൽ വേണുഗോപാൽ രംഗത്തെത്തിയിരിക്കുന്നത്. പാതയോരത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മഴ പെയ്താൽ ഡ്രൈനേജിൽ വെള്ളം കെട്ടിനിൽക്കുകയും ഈ ചളിവെള്ളം വീട്ടുവളപ്പിലേക്കും മുറ്റത്തേക്കും ഒഴുകി വരുന്നതായാണ് പരാതി. അതേസമയം ഡ്രെയിനേജിൻ്റെ നിർമ്മാണമാകട്ടെ പാതി വഴിയിലാണ്. ഈ ഭാഗത്തെ കലുങ്കിലൂടെ വരുന്ന വെള്ളം ഡ്രെയിനേജ് വഴി ഒഴുകിപ്പോകാൻ കഴിയുന്നുമില്ല. 4 അടിയോളം ഉയരത്തിൽ കുഴികളിൽ വെള്ളം കെട്ടിനിൽപ്പാണ്. കെട്ടിനിൽക്കുന്ന വെള്ളം അമിതമായാൽ വീടിൻ്റെ ഗേറ്റിലൂടെ ഒഴുകിയാണ് വീട്ടുവളപ്പിലേക്കും മുറ്റത്തേക്കും എത്തുന്നത്. ഇതുമൂലം മുറ്റത്തെ ചെളിയും കെട്ടിനിൽപ്പാണ്. മാത്രമല്ല ചെളിവെള്ളം കിണറിലേക്ക് വരുന്നതായും പരാതിയുണ്ട്. വെള്ളം കെട്ടിനിന്ന് കൊതുകിൻ്റെ ശല്യവും രൂക്ഷമായിട്ടുണ്ട്. കലുങ്കുഭാഗത്ത് സൈഡ് ഭിത്തി കെട്ടാത്തതിനാൽ നിയന്ത്രണം വിട്ട വാഹനങ്ങൾ ഡ്രെയിനേജിലേക്ക് വീണ സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ 4 വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഡ്രെയിനേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാത നിർമ്മാണ ചുമതലയുള്ളവരെ പലതവണ അറിയിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കല്ലിടുമ്പിൽ വേണുഗോപാൽ പറഞ്ഞു. നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കവിഞ്ഞൊഴുകിയിരിക്കുകയാണ്. ഇവിടെ ഒരു കുളം മാതിരി ഡ്രൈനേജ് ഉണ്ടാക്കി തീർത്തിരിക്കുകയാണ്. ഇവിടെ റോഡ് കെട്ടിയതിൻ്റെ ഭാഗമായിട്ട് വെള്ളം അതൊന്നും മാറുന്നേ ഇല്ല. അതിൻ്റെ പുറമെ ഈ ഡ്രൈനേജ് ഈ റോഡിൻ്റെ സൈഡിൽ തള്ളുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വെള്ളം ഈ ചാലിന്ന് ഒഴുകി പോകണതിൽ എപ്പോഴും ഒരു 3-4 അടി വെള്ളം അതിൽ നിൽക്കുന്നുണ്ട്. അവർ ചാലിൻ്റെ മണ്ണെടുത്ത് റോഡിൻ്റെ വക്ക് കെട്ടി ക്ലീനാക്കി ഞങ്ങൾക്ക് ചാലൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. ഇതുവരെ അവരിങ്ങോട്ട് തിരിഞ്ഞു വന്നിട്ടില്ല. ഈ കുണ്ടിൽ തന്നെ 3-4 മോട്ടോർ സൈക്കിളുകളും ഒരു ഓട്ടോറിക്ഷയും മറിഞ്ഞ് അപകടം ഉണ്ടായിട്ട് നിത്യസംഭവന്മാർ ഇവിടെ ശരിക്കും വീട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗം തന്നെ മൂട്ടി തന്നിട്ടില്ല. ഇവിടെ മുഴുവൻ കുണ്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 2.5 അടിയൊക്കെ ഉയരത്തിലാണ് വെള്ളം വീട്ടിലെ വളപ്പിൽ നിൽക്കുന്നത്. പഞ്ചായത്ത് അധികൃതരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമാക്കി തൻ്റെ വീട്ടിലേക്ക് ഒഴുകുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തണമെന്നാണ് വേണുഗോപാലിൻ്റെ ആവശ്യം. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ.